ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന റോഡ് നമ്മുടെ ഒലോക്കോട്ട് നിന്ന് റെയിൽവേ കോളനി പോകുന്ന റോഡാണ്. ഇത് സെൻറ്റ് തോമസ് കോൺവെൻറ്റ് സ്കൂളാണ്. സോ ഈ റോഡിൻ്റെ അവിടെ നിന്ന് ഏകദേശം 200 മീറ്ററിൻ്റെ ഉള്ളിൽ മാത്രം ഡിസ്റ്റൻസിലാണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. ബസ് റൂട്ടിൽ നിന്ന് വെറും 200 മീറ്റർ പോലും ഡിസ്റ്റൻസ് ഇല്ല. പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. നോർത്ത് ഫേസ് ചെയ്തിട്ടാണ് പ്രോപ്പർട്ടി കിടക്കുന്നത്. പറമ്പ് കാറ്റഗറിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ. ഇതാണിപ്പോൾ ഏരിയ. ചുറ്റുവട്ടം ഇഷ്ടംപോലെ വീടുകളുള്ള ഏരിയയാണ്. ഈ കാണുന്ന പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ട് ഈ ഗേറ്റ് കാണുന്ന ഇതാണ് പ്രോപ്പർട്ടി കേട്ടോ. സോ ഇവിടുന്ന് ഈ ഒരു മതിൽ തേക്കാത്ത ഈ മതിൽ തൊട്ടിട്ട് ഇങ്ങ് ലാസ്റ്റ് ഇതുവരെ ഇതിൻ്റെ എൻട്രൻസ് ഉണ്ട്. ഫ്രണ്ടേജ് പറയുകയാണെങ്കിൽ ഏകദേശം 12.4 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. ചുറ്റുവട്ടം ഇഷ്ടംപോലെ വീടുകളുള്ള നല്ലൊരു ഏരിയ തന്നെയാണ്. ഇതുവരെ ഈ ഒരു തേക്കാത്ത മതിൽ വരെയാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരിക. ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ 16.7 മീറ്ററും ഫ്രണ്ടിൽ 12.4 മീറ്ററും ഉള്ളത്. അതുപോലെ തന്നെ രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് ഇപ്പോൾ ഈ ഒരു കാണുന്ന സൈഡ് വേണമെങ്കിൽ 34.5 മീറ്റർ. കാരണം അടുത്ത വീട്ടിൽ നല്ല വലിയ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളത്തിന് ഒരു വിധത്തിൽ പ്രശ്നവും വരില്ല. തൊട്ടടുത്ത ആ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ 34.3 മീറ്ററും. അങ്ങനെ ടോട്ടൽ 12.35 സെൻറ്റാണ് ഇതിനകത്തുള്ളത്. ഇത് നമുക്ക് ഒറ്റ പ്ലോട്ടായിട്ട് എടുത്തിട്ട് നമുക്ക് ഒറ്റ വീട് കെട്ടിയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹൗസിംഗ് പ്ലോട്ടാണ്. ഇനി അങ്ങനെയല്ല, ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി വിടുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലൊരു വീടും ബാക്കിലൊരു വീടുമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ ലേ ഔട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ലേ ഔട്ടിൻ്റെ സ്ക്രീൻ നമ്മൾ ലാസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. ഇതിപ്പോൾ നമ്മൾ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 2 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ നമ്മൾ സെൻറ്റ് തോമസ് കണ്ടു, അവിടെ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് വെറും ഒരു സെൻറ്റ് തോമസ് കോൺവെൻറ്റിൻ്റെ അവിടെ നിന്നൊക്കെ ഒരു 200-250 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക്. അത്രയും വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി, ഹൗസിംഗ് കോളനികൾക്ക് ഇടയിൽ കിടക്കുന്ന പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോടുകൂടി കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നോർത്ത് ഫേസ് ആയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ കേന്ദ്ര വിദ്യാലയം ഒലോക്കോട് നോക്കുകയാണെങ്കിൽ ഒരു 1 കിലോമീറ്ററിൻ്റെ അകത്ത് ഡിസ്റ്റൻസിലേ ഉള്ളൂ. അതേപോലെ നമ്മുടെ റെയിൽവേ ഹോസ്പിറ്റൽ നോക്കുകയാണെങ്കിൽ ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. മലമ്പുഴ ഡാം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. KSRTC പാലക്കാട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 7 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ ലുലു മാളിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇതിൻ്റെ സ്കെച്ച്, ഈ ലാൻഡിൻ്റെ സ്കെച്ച് നോക്കുമ്പോൾ ഇതാണ് കേട്ടോ, കണ്ടില്ലേ? ഏകദേശം ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ആയി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ടേജ് ഭാഗത്ത് നോക്കുമ്പോൾ 12.4 ഇതും വരുന്നുണ്ട്. ബാക്കിലേക്ക് നോക്കുമ്പോൾ 16.7 മീറ്റർ ഡിസ്റ്റൻസും കാണിക്കുന്നുണ്ട്. രണ്ട് സൈഡ് ഏകദേശം 34 മീറ്ററിന് മേലെ ഡിസ്റ്റൻസ് ഉണ്ട്. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലോട്ടിൻ്റെ ഡിസ്റ്റൻസാണ്. ഇപ്പോൾ ഒറ്റ പ്ലോട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? ഇതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ എടുത്തിട്ട് വേണമെങ്കിൽ ചെറിയ രീതിയിൽ ഒരു മാറ്റം വരുത്തും. ഒരു സൈഡിൽ കൂടി ഒരു 3 മീറ്ററിൻ്റെ വഴിയും കൂടി പോവുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലൊരു പ്ലോട്ടും അതുപോലെ തന്നെ സൈഡിലൂടെ വഴിയിലൂടെ ചേർന്നിട്ട് നമുക്ക് ബാക്ക് സൈഡിലൊരു പ്ലോട്ടായിട്ട് തിരിക്കാം, ഏകദേശം ഈ രീതിയിൽ. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 5 സെൻറ്റ് സ്ഥലം ബാക്കിലും 5.5 സെൻറ്റിൽ കൂടുതലായിട്ട് ഫ്രണ്ടിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് 2 വീട് ഇതിൽ കെട്ടിയെടുക്കാനും പറ്റും. അപ്പോൾ നല്ല വീടുകൾ അന്വേഷിച്ച് നടക്കുന്ന വെച്ചാൽ ഒരു ഹൗസിംഗ് പ്ലോട്ടിൻ്റെ ഏരിയയിൽ തന്നെയാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് പെർ സെൻറ്റ് 6 ലക്ഷം രൂപയാണ്. 6 lakh റുപ്പീസാണ് പെർ സെൻറ്റിന് ചോദിച്ചിരിക്കുന്നത്. അത് നെഗോഷ്യബിളുമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഇരിക്കാം, ഓണറായിട്ട് സംസാരിക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓണറായിട്ട് ഡീൽ ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക, നമ്മളതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക, നമ്മളതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ലവ് യു.